നമുക്ക് ഫസ്റ്റ് ഷെഡ്യൂളിങ്ങിലേക്ക് കിടക്കാം. ഓരോ ദിവസവുമുള്ള പരിപാടികൾ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ഓർഡറിലാണ് നടക്കേണ്ടത് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഷെഡ്യൂളിങ് ചെയ്യേണ്ടതുണ്ട്. അതിന് പോർട്ടലിൻ്റെ സെറ്റിങ്സ് ആൻഡ് സെറ്റപ്പ് എന്ന പേജിലേക്ക് പോവുക. എന്നിട്ട് അവിടെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്താൽ ഫസ്റ്റ് ഷെഡ്യൂൾ ആൻഡ് ഓട്ടോ ഷെഡ്യൂളർ എൻജിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നടത്തുന്ന ഷെഡ്യൂളുകളുടെയൊക്കെ ടൈം ടേബിൾ ഇവിടെ ആദ്യത്തെ പേജിൽ തന്നെ കാണിക്കും. ഇപ്പോൾ നമ്മൾ 2 നേരത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, അതുകൊണ്ട് അതിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാനുള്ളത് മൂന്നാമത്തെ ഓപ്ഷൻ ഡേയ്സ് ആൻഡ് വെന്യൂസ്. അവിടെ നമ്മൾ എത്ര ദിവസങ്ങളാണ് വേണ്ടത് എന്ന് ഫസ്റ്റ് ഡേയ്സ് സെറ്റപ്പ് എന്ന് പറയുന്ന ഇവിടെ കൊടുക്കുക. ഡേ നമ്പർ 1, 2 അങ്ങനെ എത്ര ഡേയ്സ് ആണെന്ന് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഡേയ്സ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പുതിയ ഡേ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഡേ 3 എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് ടൈം, എൻഡിങ് ടൈം, ആ ദിവസം എപ്പോഴാണ് തുടങ്ങുന്നത് എപ്പോഴാണ് അവസാനിക്കുന്നത് എന്നുകൂടി നമുക്ക് മെൻഷൻ ചെയ്തിട്ട് ആഡ് ഫസ്റ്റ് ഡേ എന്ന് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 3 ദിവസങ്ങൾ, മൂന്നാമത്തെ ദിവസം ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി അങ്ങനെ എത്ര ദിവസമാണുള്ളത് അത്രയും ദിവസം നമ്മൾക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി സ്റ്റേജസിൻ്റെ സെറ്റപ്പ്, സ്റ്റേജിൻ്റെ നെയിം. ഇപ്പോൾ നമ്മൾ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4, സ്റ്റേജ് 5 ഇങ്ങനെ സ്റ്റേജുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ പുതിയ സ്റ്റേജ് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേജിൻ്റെ പേര് കൊടുക്കുക. ഒരു സ്റ്റേജ് 6 ഉദാഹരണത്തിന് നമുക്ക് ഒന്ന് ഉണ്ടാക്കാം. അതിൻ്റെ ടൈപ്പ് ഏതാണ് എന്നുള്ളത്, സ്റ്റേജ് ഇവൻ്റ് ആണോ അതോ ഓഫ് സ്റ്റേജ് ഇവൻ്റ് ആണോ എന്നുള്ളത് അത് നമ്മൾ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഓഫ് സ്റ്റേജ് ഉണ്ടാക്കി നോക്കാം. ഇനി അത് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഈ സ്റ്റേജ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്, അതിപ്പോൾ ഡേ 1, ഡേ 2, ഡേ 3 അതിൽ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ ആഡ് ചെയ്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ഇല്ലാത്ത ദിവസങ്ങൾ അൺടിക്ക് ചെയ്യാം. അങ്ങനെ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസങ്ങളിൽ മാത്രമേ ഇതിൻ്റെ ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ വരുള്ളൂ. അത് ഷെഡ്യൂൾ വരുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ നമ്മുടെ 6ാമത്തെ സ്റ്റേജും ഇവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് മാനുവൽ സ്ലോട്ട്സ് എന്നതിലേക്ക് പോവുക. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓരോ പരിപാടികളും മൊബൈലിലാവുമ്പോൾ ഇങ്ങനെ കാണിക്കും, കമ്പ്യൂട്ടറിലാണെങ്കിൽ നേരെ ടേബിളായിട്ടാണ് കാണിക്കുക. അപ്പോൾ ഇതിൽ ഗ്രൂപ്പ് സോങ്, അതിന് മാനുവൽ സ്ലോട്ട് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു ഡിലീറ്റിൻ്റെ ബട്ടൺ വന്നിട്ടുള്ളത്. കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു ഡിലീറ്റിൻ്റെ ബട്ടൺ വരില്ല. അപ്പോൾ നമ്മൾ നേരത്തെ 2 പരിപാടികൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈം ഇവിടെ നോക്കിയാൽ കാണാം. ഡേ 1 സ്റ്റേജ് 1 9 AM to 9:10 AM. അത് എത്ര പരിപാടികളുണ്ടോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ നീളം കൂടും. അതിൻ്റെ ശേഷമുള്ള ടൈമാണ് അടുത്തതിന് വരിക, 9:12 AM to 9:17 AM. ഇനി നമ്മൾ 3ാമതൊരു പരിപാടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മാനുവൽ സ്ലോട്ടാണ് ഇതൊക്കെ പറയുന്നത്, 3ാമതൊരു പരിപാടി ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഡേ 1 തന്നെയാണ്, സ്റ്റേജ് 1 തന്നെയാണെങ്കിൽ അപ്പോൾ അത്രയും സമയം 9:17 വരെ എൻഗേജ്ഡ് ആണ് സ്റ്റേജ്. അപ്പോൾ അടുത്ത സമയമാണ് നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് ടൈമായിട്ട് കാണിക്കുക. അപ്പോൾ അത് നമ്മൾ സേവ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ 3 പരിപാടി ചെയ്തു. ഇനി നെക്സ്റ്റ് പരിപാടി നോക്കുകയാണെങ്കിൽ അതും അങ്ങനെ തന്നെയായിരിക്കും. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇത് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ AI ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്ക്, ഈ പച്ച ബട്ടണിൽ ഒറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പരിപാടികളും നമുക്ക് ഷെഡ്യൂളായിട്ട് ഇവിടെ കാണാം. ഇവിടെ ഷെഡ്യൂൾഡ് സ്ലോട്ട്സ് 20ൽ 20 പരിപാടിയും നമ്മൾ സ്ലോട്ടിൽ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് നമ്മൾക്ക് ഇവിടെ സ്റ്റേജ് 4 ഓഫ് സ്റ്റേജാണ്. പെൻസിൽ ഡ്രോയിങ്, ഇംഗ്ലീഷ് എസ്സേ അങ്ങനെയുള്ള ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ കാണാം. സ്റ്റേജ് 6ൽ ഒരു മത്സരമുണ്ട്. അതുപോലെ തന്നെ സ്റ്റേജ് 1ൽ ഇങ്ങനെ കാണാം. പിന്നെ
ബാക്കിയുള്ള സ്റ്റേജിലേക്ക് ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് കയറേണ്ടി വന്നില്ല. ആ ഒരു കുറച്ച് 20 പ്രോഗ്രാമുണ്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ആവശ്യം വന്നില്ല. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് പ്രോഗ്രാംസൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ടൈം ടേബിളിൻ്റെ അടിയിലായിട്ട് നമുക്കെല്ലാം അവൈലബിൾ ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി ചെയ്യണമെങ്കിൽ ഇങ്ങനെ. ഇനി ഈ ചെയ്ത സാധനത്തിൽ തന്നെ എന്തെങ്കിലും മാനുവലായിട്ട് വ്യത്യാസങ്ങൾ വരുത്താനുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മാനുവൽ സ്ലോട്ടിലെടുത്ത് വീണ്ടും ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ അത് ക്ലിയർ ആയിട്ടിരിക്കും. ഇനി ആ സമയത്ത് നമ്മളിപ്പോൾ 9 മണിക്ക് ഇവിടെ ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ സമയത്തിൽ തന്നെ ഈ അടുത്ത പരിപാടിയും നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഇപ്പോൾ നമ്മൾ 9:12 കൊടുത്തിട്ടുള്ളത്. അത് 9 മണി തന്നെ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്താവും എന്നുള്ളതൊന്ന് നോക്കാം. സ്ലോട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 ഷെഡ്യൂൾ കോൺഫ്ലിക്റ്റ് ഡിറ്റക്റ്റഡ്, സ്റ്റേജ് ഓവർലാപ്പ് ഉണ്ട് എന്ന് കാണിക്കുന്നു. ഇനി വേറെ സ്റ്റുഡൻസ് ക്ലാഷസ് ഉണ്ടോ? ഇല്ല, 0 ആണ്. വെന്യൂ ഡിസ്മാച്ചസ് ഉണ്ടോ? അതില്ല, 0 ആണ്. ഇങ്ങനെയാണ് സ്റ്റേജ് ഷെഡ്യൂളിങ് നടക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള കോൺഫ്ലിക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ സ്റ്റേജ് ഓവർലാപ്പാണുള്ളത്. ആ സ്റ്റേജ് ഓവർലാപ്പ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എവിടെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അത് നമ്മൾ തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഓപ്ഷൻ. 9 ആണ്. 9:10 ശേഷമുള്ള സമയത്താണ് നമ്മൾ പരിപാടി വെക്കേണ്ടത്, അടുത്ത പരിപാടി വെക്കേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉള്ള ഓവർലാപ്പ് പോയി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ എറർ കാണുന്നില്ല. ഈ രൂപത്തിൽ ആണ് സ്റ്റേജ് ഷെഡ്യൂളിങ് നടക്കുക. ഇതിപ്പോൾ 20 പ്രോഗ്രാമാണ്. അത് 100 പ്രോഗ്രാം ആയാലും ഓട്ടോ ഷെഡ്യൂളർ അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അത്രയും പരിപാടികളുണ്ടെങ്കിൽ അതിന് വേണ്ട അത്രയും സ്റ്റേജും ദിവസങ്ങളും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം. നേരത്തെ തന്നെ ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഷെഡ്യൂളിങ് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു.